ഹലോ ഡിയേഴ്സ്, ശീഘ്രസ്ഖലനമുള്ള ഒരാളുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവരുമായിട്ട് ഓറിലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുമാത്രമല്ല അവരുടെ പങ്കാളികൾ എന്തെല്ലാം തിരിച്ചറിയേണ്ടതുണ്ട്, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പ്യുവർ ആയുർവേദിക്കായ ഒരു മസാജ് ഓയിൽ നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. ലിംഗത്തിൽ പുരട്ടേണ്ട മാൻഷുവറിൻ്റെ മസാജ് ഓയിലാണ് ഇത്. 100% പ്യുവർ ആയുർവേദിക് ഓയിലാണിത്. ഷിഗോപാൽ ഓയിൽ, ക്ലോവ് ഓയിൽ, അശ്വഗന്ധ, കേസർ, ശീലജിത്ത് ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉദ്ധാരണക്കുറവൊക്കെ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ശീഘ്രസ്ഖലനമൊക്കെ ഉണ്ടെങ്കിലോ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ശീഘ്രസ്ഖലനത്തിലേക്ക് തടയാൻ വേണ്ടി സഹായിക്കും. ഉദ്ധാരണമൊക്കെ കൂടാൻ നേരത്തേക്ക് നിൽക്കും. 2-3 മാസം ഉപയോഗിക്കുന്നതിലൂടെ ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. 10 ഡ്രോപ്സ് എടുക്കുക. അതിനുശേഷം ലിംഗത്തിന് താഴേന്ന് മുകളിലേക്കാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് രാവിലെയും വൈകുന്നേരവും 2 നേരം വേണം മസാജ് ചെയ്യാൻ. ISO GMP സർട്ടിഫൈഡ് ആണ്. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, ഇതൊക്കെ എന്തെങ്കിലും ചെയ്താൽ കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫൈഡായ ഡോക്ടറെ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് മാൻഷുവർ തരുന്നുണ്ട്. അവരോട് സംശയമൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഈ മസാജ് ഓയിൽ പർച്ചേസ് ചെയ്യണമെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്തേക്കാം കേട്ടോ. പ്രീമച്ചുർ ഇജാക്കുലേഷനുള്ള ആളുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഓറൽ സെക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നമുക്ക് സംസാരിക്കണം. അപ്പം നിങ്ങൾ ലിംഗത്തിൽ ലിക്ക് ചെയ്യുമ്പോഴോ സക്ക് ചെയ്യുമ്പോഴോ ഒക്കെ ഡിഫറെൻറ്റ് സ്പീഡിൽ ചെയ്യാൻ നോക്കണം. ഒരേ റിതത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. ഡിഫറെൻറ്റ് സ്പീഡിലായിരിക്കണം ചെയ്യുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള സെൻസേഷൻ ആയിരിക്കണം അവിടെ ഫീൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ലിംഗത്തിന് ശരിയായിട്ടുള്ളൊരു റിതം സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ എന്താവും, ക്ലൈമാക്സ് വൈകും. മനസ്സിലായില്ലേ? പിന്നെ ഓറൽ സെക്സ് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് സ്ലോ ആയിട്ട് ചെയ്യുക, പിന്നെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക, പിന്നെ സ്ലോ ആയിട്ട് ചെയ്യുക. അങ്ങനെ മാറ്റി മാറ്റി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ കൈ കൊണ്ട് ലിംഗത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എന്തുകൊണ്ടാണ്, അവർ സ്വയംഭോഗം ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു സെൻസേഷൻ വേഗം ബ്രെയിനിന് മനസ്സിലായും പെട്ടെന്ന് തന്നെ സ്ഖലനം നടക്കുകയും ചെയ്യും. അപ്പോൾ അത് വേണ്ട. ലിംഗത്തിൻ്റെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഭാഗം ഏതാണ്? ഈ ഭാഗമാണ് അല്ലേ, അറ്റത്തുള്ള ഈ ഭാഗം. അപ്പോൾ ഇവിടെ വായും കൊണ്ട് കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാതിരിക്കാൻ വിടുക. കുറച്ച് താഴോട്ടോ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ഇങ്ങനെ അറ്റത്ത് മാത്രം സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം ക്ലൈമാക്സ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫുൾ ടൈം ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിംഗത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ, വൃഷ്ണങ്ങൾ, തുടകൾ, അങ്ങനെയുള്ള ആ ഭാഗങ്ങളൊക്കെ കൂടുതൽ നേരം ഫോർപ്ലേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം കൂട്ടി കിട്ടും. ക്ലൈമാക്സ് വൈകും. ഓക്കെ, അതുപോലെ ഓറൽ സെക്സ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ക്ലൈമാക്സിൽ എത്തിയെന്ന് അറിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൊസിഷൻ മാറ്റുക, വേറെ എന്തെങ്കിലും പൊസിഷൻ ചെയ്യുക. അല്ലെങ്കിൽ എന്താ, രണ്ടുപേരും ഒന്നിച്ച് മാസ്റ്റുറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫോൺ കാണാം. കാരണം നിങ്ങളുടെ ആ ചൂട് അല്ലെങ്കിൽ ലൈംഗിക വികാരം തണുക്കാത്ത രീതിയിലുള്ള എന്ത് ആക്ടിവിറ്റി സമയം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങാം. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് സെക്സ് പൊസിഷൻ മാറ്റാമെന്നൊക്കെ പറഞ്ഞില്ലേ. ഈ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ ക്ലൈമാക്സ് വരുമ്പോഴേക്കും 69 ആ പൊസിഷൻ വളരെ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ സ്ത്രീനെയും പുരുഷനെയും ഒന്നിച്ച് ഉത്തേജിപ്പിക്കുന്ന ഒരു പൊസിഷനാണല്ലോ അത്. അപ്പോൾ കൊടുക്കുകയും ചെയ്യണം, വാങ്ങുകയും ചെയ്യണം. എന്തിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക? കൊടുക്കും വേണം, വാങ്ങും വേണം. ശരിക്കും ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ആവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് 69 എന്നുള്ള പൊസിഷൻ ഈ പ്രീമച്ചുർ ഇജാക്കുലേഷൻ ഉള്ളവർക്ക് നല്ലതാണ്.